ശാരീരികമായിട്ട് എനിക്ക് മാനസികമായിട്ട് എനിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ നോമിനേഷൻ പ്രക്രിയയാണ്. ആദ്യമായി തന്നെ അനീഷ് ആയിരുന്നു ജയിൽ നോമിനേഷൻ പ്രക്രിയയിൽ ആര്യന്റെയും അനുമോളുടെയും പേര് പറഞ്ഞത്. ഇപ്പോൾ അനുമോളുടെ അവസരമാണ്. അപ്പോൾ ആദ്യം തന്നെ അനുമോള് പറഞ്ഞ പേര് നെവിന്റെ പേരാണ്. ബിഗ് ബോസ് വീട്ടിൽ എന്നെ മാനസികമായി ഒരു ഗെയിമർ എന്ന രീതിയിലാണെങ്കിലും ശരി എന്നോട് വളരെ മോശമായിട്ട് പെരുമാറുന്നത് നെവിൻ ആണ് എന്നാണ് ഇപ്പോൾ നമ്മുടെ അനുമോള് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയായിരുന്നു നെവിന്. പിന്നീട് ഇപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നെവിന്റെ പേര്. ഞാൻ എവിടെ ഒറ്റയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാലും എന്നെ വന്ന് ടാർഗറ്റ് ചെയ്ത് എന്നെ ഒരുപാട് മോശമായ രീതിയിൽ ചൊറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് നെവിന്. ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണ് എന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊന്നും ഒരു മനുഷ്യനോട് പെരുമാറരുത്. ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണാറുള്ളത്. എങ്കിലും ഇതൊക്കെ കുറച്ച് ഓവറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ പറഞ്ഞ പേര് അക്ബറിന്റേതായിരുന്നു. അക്ബറിന്റെ പേര് പറഞ്ഞ സമയത്ത് അനുമോള് മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു. എനിക്ക് മൂക്കിനൊരു സർജറി ഉണ്ടായിരുന്നു. ഷോയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ ചെയ്യാനായിരുന്നു ഞാൻ തീരുമാനിച്ചത്. എന്നാൽ ആ സമയത്ത് എനിക്കതിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ഷോയിൽ നിന്നും ഷോയെല്ലാം തീർന്നതിന് ശേഷം ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ മൂക്കിന്റെ പാലം കയറിയിരിക്കുകയാണ്. അതെനിക്ക് അത്രമാത്രം വേദനയും ഉണ്ടാക്കാറുണ്ട്. ഒരു ദിവസം ടാസ്ക് ചെയ്ത സമയത്ത് അക്ബറിന്റെ ഫുൾ ബോഡി വെയിറ്റ് ആണ്. ആ ടാസ്കിനിടയിൽ ഞാൻ ആ വെയിറ്റ് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അക്ബറിനോട് ഞാൻ ഒരുപാട് തവണ മാറ് എന്ന് പറഞ്ഞു. എന്നിട്ടും അദ്ദേഹം അത് മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ 2 നോമിനേഷൻ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്ബറും നെവിനുമാണ്. അനീഷേട്ടൻ നോമിനേറ്റ് ചെയ്ത് ആര്യനെയും അനുമോളയുമാണ്. ആര്യൻ നോമിനേറ്റ് ചെയ്ത് അനീഷിനെയും അതുപോലെ തന്നെ അനുമോളയുമാണ്. ഷാനവാസ് നോമിനേറ്റ് ചെയ്ത് ആര്യനെയും അനുമോളയുമാണ്. ആദില നോമിനേറ്റ് ചെയ്ത് അനീഷിനെയും അനുമോളയുമാണ്. നൂറ നോമിനേറ്റ് ചെയ്ത് അനുമോളയും ഷാനവാസിനെയുമാണ്. ലക്ഷ്മി നോമിനേറ്റ് ചെയ്ത് അനുമോളയും അക്ബറിനെയുമാണ്. സബ്മാൻ നോമിനേറ്റ് ചെയ്ത് അനീഷിനെയും അതുപോലെ തന്നെ അനുമോളയുമാണ്. അക്ബർ നോമിനേറ്റ് ചെയ്ത് അനുമോളയും അനീഷിനെയുമാണ്. ഈ ആഴ്ചത്തെ നോമിനേഷൻ പ്രക്രിയയിൽ 9 വോട്ടുകളോട് കൂടി അനുമോളും 4 വോട്ടുകളുമായിട്ട് അനീഷും അതുപോലെ തന്നെ അനുമോളുമാണ് ജയിലിൽ കിടക്കാൻ പോകുന്നത് ഈ ആഴ്ച. ഇത് ന്യായമാണെന്ന് തോന്നുന്നുണ്ടോ? അഭിപ്രായങ്ങൾ